എം.എസ്. വേണുഗോപാൽ എങ്ങനെ കാണുന്നു ഇപ്പോൾ ഇന്ത്യയുടെ വിജയത്തിൻ്റെ പേരിൽ ബി.ജെ.പിയും കോൺഗ്രസും പരസ്പരം പോരടിക്കുന്ന ഒരു കാഴ്ചയാണല്ലോ കാണുന്നത്. ഇത് ശരിയാണോ? ഇപ്പോൾ ഇതൊരു ദേശീയ താല്പര്യത്തിന് വിരുദ്ധമാണ് കോൺഗ്രസ് ഈ അഭിനന്ദിക്കാതിരിക്കുന്നത്, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ തുടങ്ങിയ ആരോപണങ്ങളാണ് ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ബി.ജെ.പി. ഇപ്പോൾ ഇതിനകത്ത് ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നുള്ളത് കോൺഗ്രസ് നേതാക്കൾ മറന്നുപോകുന്നതാണോ അതോ അതിൽ ഒരു ഇന്ത്യ സഖ്യമെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ വിരുദ്ധമായ ഒരു രാഷ്ട്രീയം കളിക്കുകയാണോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയുടെ മനസ്സ് എവിടെയാണ് നിൽക്കുന്നത്? ഓപ്പറേഷൻ സിന്ദൂർ എന്തായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞത് നമ്മളുടെ അമ്മയുടെയും സഹോദരിയുടെയും മക്കളുടെയും സിന്ദൂരം മായ്ച്ച് കളഞ്ഞത്, അതായത് അവരുടെ ഭർത്താക്കന്മാരെ മുണ്ടുപൊക്കി നോക്കി വെടിവെച്ച സംഭവമാണ്. ഈ സംഭവത്തിന് പിന്തുണ കൊടുത്ത ആരാണ്? പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാൻ അങ്ങനെ പിന്തുണ കൊടുത്തതിന് ശേഷം നമ്മൾ അവരുമായിട്ട് കളിക്കാൻ തന്നെ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? അവരുമായിട്ട് ശരിക്കും കളിക്കാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ അവരുമായിട്ട് കളിക്കാൻ തീരുമാനിച്ചതിൻ്റെ പ്രധാന കാരണം തന്നെ ഈ പഹൽഗാം അറ്റാക്കിന് മുമ്പേ നമ്മൾ ഈ ഏഷ്യ കപ്പിൽ കളിക്കുമെന്ന് തീരുമാനിച്ചിരുന്നതാണ്. അപ്പോൾ നമുക്ക് ആ കോൺട്രാക്റ്റിൽ നിന്ന് വിട്ടുപോരുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് നമ്മൾ കളിച്ചത്. അപ്പോൾ നമ്മൾ നമ്മുടെ അമ്മയെയും സഹോദരിയെയും മക്കളെയും കണ്ണീര് കുടിപ്പിച്ച അവർക്കെതിരായിട്ട് കാണിക്കാവുന്ന ഒരു ചെറിയ സിമ്പലാണ് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ അവരുടെ അത്തരത്തിലുള്ള പ്രകോപനപരമായ കാര്യങ്ങൾ നടത്തുന്ന ഒരു മന്ത്രിയിൽ നിന്ന് പ്രൈസ് വാങ്ങിക്കാതിരിക്കുക എന്നുള്ളത്. മോസി നഖ്മി കാണിച്ചത് എന്താണ്? ഈ കളിയുടെ ഉടനീളം അദ്ദേഹം ഇന്ത്യൻ കളിക്കാർക്ക് യാതൊരു സ്റ്റേജിലിരുന്നുകൊണ്ട് അവരുടെ വിജയത്തിലോ അതിനുശേഷം അവർക്ക് ഇൻഡിവിജ്വൽ പ്രൈസുകൾ കിട്ടിയപ്പോഴോ ഒരു കൈയടിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. എന്ന് മാത്രമല്ല, ആ കപ്പ് അദ്ദേഹം അവിടെ നിന്ന് എടുത്തുകൊണ്ടുപോയാണ് ചെയ്തത്. ഇന്ത്യ അദ്ദേഹത്തിൽ നിന്ന് കപ്പ് വാങ്ങിക്കില്ല എന്ന് തീരുമാനിച്ചു. പക്ഷേ അതിന് അദ്ദേഹം ചെയ്യേണ്ടത് എന്താണ്? എങ്കിൽ വേണ്ട, അതാ ഇവിടെ വെച്ചിരിക്കുന്നു, നിങ്ങൾക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയാവുന്ന സിമ്പിളായിട്ടുള്ളൊരു കാര്യത്തിന് അദ്ദേഹം അത്ര വഷളാക്കി എന്ന് മാത്രമല്ല, ഞാനൊരു കാര്യം കൂടെ പറയാം. പാക് താരം, മുൻ താരം റഷീദ് ലത്തീഫിൻ്റെ ഒരു വാചകം കൂടെ പറയാം. മത്സരമുണ്ടാകും, യുദ്ധമുള്ളിടത്തോളം ക്രിക്കറ്റിൽ വൈരവും ഉണ്ടാവും, അത് അവസാനിക്കില്ല. പക്ഷേ അതിൽ ഇന്ത്യ ജയിച്ചുകൊണ്ടേയിരിക്കും, അതൊരു പ്രശ്നമല്ല. പക്ഷേ വൈരാഗ്യം എപ്പോഴും ഉണ്ടാകും, അത് തുടരുക തന്നെ ചെയ്യും. വൈരാഗ്യം എപ്പോഴും ഉണ്ടാകും, അത് തുടരുക തന്നെ ചെയ്യും. ഇത് ഈ മനസ്ഥിതി പാകിസ്ഥാനിൽ ഉണ്ട് എന്ന് അറിയാവുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറിനെയും ഇതിനെയും കൂട്ടിച്ചേർത്ത് പറയാനുള്ള കാരണം, ഇത് ഓപ്പറേഷൻ തിലകാണെന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ഇന്ത്യൻ ജനതയുടെ മനസ്സെന്താണെന്നറിയാം, അതുപോലെ തന്നെ പാകിസ്ഥാൻ ജനതയുടെ മനസ്സെന്താണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയത്. ശരി, ശ്രീ ഓണി കെ ബേബി, എന്തുകൊണ്ട്